നമസ്കാരം. മിത്ത് വേഴ്സസ് ഫാക്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ അടുത്ത് സൂര്യയുടെ ഇറങ്ങിയിട്ടുള്ളൊരു സിനിമയാണല്ലോ കറുപ്പ് സിനിമ. അപ്പോൾ കറുപ്പ് സിനിമ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഡൗട്ട് ഒന്നുണ്ടാവും, ആരാണ് ഈ കറുപ്പസ്വാമി, എന്താണ് ഈ കറുപ്പസ്വാമി. അപ്പോൾ കറുപ്പസ്വാമി ആരാണ്, എന്താണെന്നും അതിൻ്റെ ഉത്ഭവം എന്താണ് എന്നും ഒക്കെയാണ് ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കറുപ്പസ്വാമി എന്ന് പറയുന്നത് കേരള തമിഴ്നാട് ബോർഡറിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ ആരാധിക്കുന്ന ഒരു സൗത്ത് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ദൈവസങ്കല്പമാണ് കറുപ്പസ്വാമി എന്ന് പറയുന്നത്. ഈ കറുപ്പസ്വാമി എന്ന് പറയുന്നത് ഒരു വൈദിക ബ്രാഹ്മണിക സംസ്കാരവുമായിട്ടോ അല്ലെങ്കിൽ ബ്രാഹ്മണിക ദൈവമായിട്ടുള്ള ഒരു ദൈവമല്ല, ഇതൊരു ദ്രാവിഡ ദൈവമാണ്. ദ്രാവിഡ സങ്കല്പങ്ങളാണ് ഈ ദൈവത്തിനുള്ളത്. ഇത് ഈ ദൈവത്തിനെ കുറിച്ച് പുരാണങ്ങളിലോ വേദങ്ങളിലോ മറ്റ് ബ്രാഹ്മണിക ഗ്രന്ഥങ്ങളിലോ ഒന്നിലും തന്നെ ഈ കറുപ്പസ്വാമിയെക്കുറിച്ച് കാണാൻ സാധിക്കില്ല. ഈ കറുപ്പസ്വാമിയെക്കുറിച്ച് പറയണത് മെയിനായിട്ടും വാമൊഴിപ്പാട്ടുകളും നാടോടി സാഹിത്യങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലുള്ള ഒരു വായ്മൊഴിയായിട്ട് വരുന്ന ഒരു പാട്ടുകൾ, പിന്നെ നാടോടി സാഹിത്യങ്ങൾ, അങ്ങനെയൊക്കെ ആയിട്ടാണ് ഈ കറുപ്പസ്വാമി പറയുന്നത്. അല്ലാതെ പുരാണങ്ങളിലോ അതിലൊന്നും കറുപ്പസ്വാമിയെക്കുറിച്ച് പറയുന്നില്ല. ഇതൊക്കെ തമിഴിലാണ് ഇതിനെക്കുറിച്ച് പറയണത് തന്നെ, അല്ലാതെ സംസ്കൃത ഭാഷകൾ മറ്റു ഭാഷകളിലൊന്നുമല്ല. കാരണം ഇതൊരു നാട്ടുദൈവ സങ്കല്പമാണല്ലോ. അപ്പോൾ ഈ കറുപ്പസ്വാമിയെക്കുറിച്ച് കൂടുതലായിട്ടും പറയണത് കറുപ്പസ്വാമി കഥ, പിന്നെ ചിരിയ കറുപ്പൻ ചിന്ന കറുപ്പൻ പാട്ടുകൾ, അങ്ങനത്തുള്ള പാട്ടുകളിൽ കഥകളിലൊക്കെ കൂടിയിട്ടാണ് കറുപ്പസ്വാമിയെക്കുറിച്ചിട്ട് പറയണത്. പിന്നെ കറുപ്പസ്വാമിയുടെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് മധുരൈ അളകർ കോവിലാണ്. ഈ അളകർ കോവിലിൽ ചെറിയ കറുപ്പൻ പിന്നെ ചിന്ന കറുപ്പനായിട്ട് രണ്ടുപേര് ആരാധിക്കുന്നുണ്ട്. അത് അവരുടെ ദ്വാരപാലകന്മാർ അല്ലെങ്കിൽ ഇത് പ്രൊട്ടക്ടേഴ്സ് എന്നുള്ളൊരു രീതിയിലാണ് ഇവരെ ആരാധിക്കുന്നത്. ഈ രാത്രി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കറുപ്പസ്വാമി കുതിരപ്പുറത്ത് കയറിയിട്ട് ആ ഒരു ഏരിയ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നാണ് തമിഴ്നാട്ടുകാരുടെ വിശ്വാസം. മറ്റുള്ള ദൈവങ്ങളെ പോലെ തമിഴ്നാട്ടിൽ ഈ കറുപ്പസ്വാമിയെ ഭയങ്കര സ്നേഹവും ബഹുമാനവും ഭയമുള്ളൊരു ദൈവമാണ്. പിന്നെ കറുപ്പസ്വാമിയുടെ രണ്ട് കഥകളാണ് പ്രധാനമായിട്ടും പറയണത്. ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുപ്പസ്വാമി ശിവൻ്റെ വേർപ്പുതുള്ളിയിൽ നിന്ന് ജനിച്ചു, അതിനുശേഷം ആയുധവും കുതിരയും കൊടുത്ത് ഭൂമിയിലേക്ക് അയച്ചു, ഭൂമി പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്നാണ് ഒരു കഥ. മറ്റൊരു കഥ എന്ന് പറയുന്നത് ലവനും കുശനും കാണാതായപ്പോൾ വാൽമീകി മഹർഷി ഉണ്ടാക്കിയതാണ് കറുപ്പസ്വാമി എന്നാണ് മറ്റൊരു കഥ പറയുന്നത്. പക്ഷേ ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാൽമീകി രാമായണത്തിൽ ഇങ്ങനൊരു പരാമർശമില്ല, ഇങ്ങനൊരു കാര്യമേ പറയുന്നില്ല. ശിവൻ്റെ വേർപ്പുതുള്ളിയിൽ ജനിച്ചു എന്ന് ശിവപുരാണത്തിൽ എന്നല്ല ഒരു പുരാണ ഗ്രന്ഥങ്ങളിലും ഇതിനെപ്പറ്റി പറയുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനൊരു ആശയം, ഇങ്ങനൊരു ദൈവസങ്കല്പം എങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു? ഇത് എന്ന് പറയുന്നത് ഈ വാമൊഴിപ്പാട്ടുകളും ഒക്കെ പാടുന്നവർ ഈ വൈദിക സംസ്കാരങ്ങളുമായിട്ട് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. വാമൊഴിപ്പാട്ടുകളുമായിട്ട് അല്ലെങ്കിൽ നാടോടി സാഹിത്യങ്ങളും ഈ രാമായണം പല വെർഷൻ ഉണ്ടല്ലോ, ഇങ്ങനെ നാടോടി രാമായണങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൽ കൂടെ ആഡ് ചെയ്തിട്ട് ഈ ദൈവങ്ങൾ കറുപ്പസ്വാമിയൊക്കെ ഒന്നുകൂടെ പൊലിപ്പിച്ച് പറയുന്നതാണ്. അല്ലാതെ നമ്മളൊരു വൈദിക സംസ്കാരങ്ങൾ ഇങ്ങനത്തെ ബുക്കുകളൊക്കെ നോക്കി പുരാണങ്ങൾ ഇതിഹാസങ്ങൾ ഇതിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കറുപ്പസ്വാമിയെ കുറിച്ചിട്ടൊന്നും കാണാൻ സാധിക്കില്ല. കാരണം വൈദിക സംസ്കാരത്തിൽ കറുപ്പസ്വാമി എന്നൊരു ദൈവസങ്കല്പം ഇല്ല. അപ്പോൾ ഈ ഒരു ദൈവസങ്കല്പം എങ്ങനെ വന്നു എന്നാണ് ഞാൻ പറയാൻ പോണത്. പണ്ട് കാലത്ത് പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ആരാധിച്ചിരുന്ന ഒരു വീരയോദ്ധാക്കളെ ആരാധിച്ചിരുന്ന രീതി ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് കൊള്ളക്കാരുടെ അടുത്തു നിന്നും മൃഗങ്ങളുടെ അടുത്തു നിന്നും കള്ളന്മാരുടെ അടുത്തു നിന്നൊക്കെ നാട് അല്ലെങ്കിൽ രാജ്യമൊക്കെ സംരക്ഷിച്ചിരുന്ന വീരയോദ്ധാക്കളുണ്ട്. അവരൊക്കെ ഒന്നെങ്കിൽ കൂടുതലും ആ ആക്രമണത്തിൽ തന്നെ മരിച്ചു വീഴാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഒരു നടുക്കല്ലാരാധന എന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഒരു കല്ല് വെച്ചിട്ട് അവരെ ആരാധിക്കുന്ന ഒരു രീതി, ഹീറോ സ്റ്റോൺ വർഷിപ്പ്. അങ്ങനെ ഹീറോ സ്റ്റോൺ വെച്ചിട്ട് ഒരു ഹീറോ സ്റ്റോൺ വർഷിപ്പ് സിസ്റ്റം തമിഴ്നാട്ടിൽ, ആന്ധ്ര ഈ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ആരാധിച്ചിരുന്ന ദൈവങ്ങളാണ് മധുരവീരൻ, കാത്തവരായൻ, മുനിയാണ്ടി, അങ്ങനെയുള്ള ആൾക്കാർ.
അതിലെ ആൾ തന്നെയാണ് കറുപ്പസ്വാമി. ഇവരെ സംരക്ഷിച്ച് അതിൽ കൂടെ മരണപ്പെട്ടിരിക്കാം, അല്ലെങ്കിൽ പിന്നീട് മരണപ്പെട്ടിരിക്കാം. അങ്ങനെ മരണപ്പെട്ട ആൾക്ക് വീരക്കല്ലാരാധന നടത്തി, നടുക്കല്ലാരാധന നടത്തി. അത് പിന്നെ കാലക്രമേണ നൂറ്റാണ്ടുകൾക്കിപ്പുറം ഒരു ദൈവമായിട്ട് മാറിയതാണ്. അങ്ങനെയാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഈ കറുപ്പസ്വാമിക്ക് ഇറച്ചിയും അതെന്ന് വെച്ചാൽ മദ്യവും മാംസവും ചുരുട്ടാണ് നൽകുന്നത്. കാരണം ഇതൊരു ദ്രാവിഡ ദൈവസങ്കല്പമാണ്. എന്ന് വെച്ചാൽ മറ്റ് ബ്രാഹ്മണിക ദൈവസങ്കല്പങ്ങളെ പോലെ ചന്ദനവും പൂക്കളും വാദ്യങ്ങളും അങ്ങനെയൊന്നല്ല. ഇതെന്ന് പറയുന്നത് മറ്റേ പാട്ട പോലുള്ള പ്രാകൃത വാദ്യങ്ങളും പിന്നെ മദ്യവും മാംസവും ഒക്കെ കൊടുത്തിട്ടാണ് ആരാധിക്കുന്നത്. ഇത് ആരാധന രീതികൾ വേറെയാണ്. മറ്റേതുപോലെ താന്ത്രിക വിധികളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമല്ല കറുപ്പസ്വാമിക്കുള്ളത്. അപ്പം ഇങ്ങനെയാണ് ഒരു ബേസ്. പിന്നെ ഈ ഒരു നടുക്കല്ലാരാധനകളെ കുറിച്ച് പറയുന്നത് പഴയകാല സംഘകാല കൃതിയായിട്ടുള്ള അകന്നാനൂറ്, പുറന്നാനൂറ് ബുക്കുകളിലൊക്കെ ഇതിനെക്കുറിച്ചിട്ട് കറുപ്പസ്വാമിയെ കുറിച്ച് നേരിട്ട് പറയണില്ലെങ്കിലും അന്നുണ്ടായിരുന്ന ഈ വീരക്കല്ലാരാധന, നടുക്കല്ലാരാധന രീതികളെ കുറിച്ചിട്ടൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ശരിക്കും കറുപ്പസ്വാമി എന്ന് പറയുന്നൊരു ദൈവത്തിൻ്റെ ഉത്ഭവങ്ങൾ എന്ന് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർക്കലും കുറച്ചൊക്കെ ഇങ്ങനെ അതിൻ്റെ കൂടെ കണ്ടിന്യൂ ചെയ്തു പോകലും ഒക്കെയാണ്. പിന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള കഥകളൊക്കെ കിട്ടാനാണെങ്കിൽ കുറേ കഥകളൊക്കെ നിങ്ങൾക്ക് കുറേ വെറുതെ അടിച്ചു കൊടുത്താൽ തന്നെ കിട്ടാവുന്നതാണ്. പക്ഷേ ഇതിൻ്റേതായിട്ടുള്ളൊരു കോറ് സത്യമായിട്ടുള്ളതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കി തരണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.